സകല മുള്ളുമുരുക്ക് മൂരി പഴുതാര വില്ലൂന്നി പാമ്പിനെ വരെ കൂടെ കൂട്ടി. അതായത് അത്രത്തോളം വിഷമുള്ളവയും തീവ്രമായ വിഷമുള്ളവയും സകല വർഗീയ കക്ഷികളെയും സകല ചെറിയ ചെറിയ പാർട്ടികളെയും ഒക്കെ കൂടെ കൂട്ടി മുന്നണി വിപുലീകരിച്ച് അധികാരം പിടിക്കുക എന്നൊരു രീതി UDF-ന് പോയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ വർഗീയത പറയുന്നവരെ, വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്നവരെ, വർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആർജവത്തോടെ UDF-ൽ നിന്ന് ഒരു നേതാവ് ഇപ്പോൾ വന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് UDF-ന്റെ നല്ല കാലത്തിന്റെ വരവാണ് എന്ന് നമുക്ക് കരുതാം. സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങി അതുകൊണ്ട് വോട്ട് നേടുന്നില്ല എന്നൊരു നേതാവ് പറയുന്നുണ്ടെങ്കിൽ ആ നേതാവിന് നമുക്ക് കൈയടിക്കാം. മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആ നേതാവ്. NSS SNDP സഖ്യമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ ഇത്രത്തോളം സന്തോഷം CPM-ന് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് നിറവ്യത്യാസമില്ല, ഞങ്ങൾക്ക് ആകെയുള്ള ഒരേ ഒരു വിശ്വാസം ഈ ചെങ്കൊടിത്തണലിൽ എല്ലാ ആളുകളും ഒരുപോലെ കഴിയണമെന്നതാണ് എന്ന് മാത്രം പറയുന്ന CPM-ന് ഇപ്പോൾ വല്ലാത്ത സ്നേഹമാണ്. SNDP-യോടും NSS-നോടും ഒക്കെ തന്നെ. അത് വെള്ളാപ്പള്ളിയോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ് താനും. കാറിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടുപോയതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ ആരെയും ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ എൻ്റെ കാറിൽ ആർക്ക് വേണമെങ്കിലും കയറാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാറിലും ഏതൊരു സാധാരണക്കാരനും കയറാമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അത്യാവശ്യം ആളുകളെയൊക്കെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നവരാണ്. പക്ഷേ പിണറായി വിജയൻ സഖാവിന്റെ കാറിൽ ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും അല്ലാതെ മറ്റാരെയെങ്കിലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് വെള്ളാപ്പള്ളി നടേശൻ എന്ന് തന്നെയാണ്. അപ്പോൾ ആ കൂട്ടുകെട്ടിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അതിൻ്റെ പേരിൽ അധികാരം നഷ്ടപ്പെട്ടാലും അധികാരത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും പരാജയപ്പെട്ടാലും വീരാളിപ്പട്ട് പുതച്ചു ഞാൻ കിടക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, അതിന് കൈയടിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അതായത് ആര് നേരെ വന്നാലും, വർഗീയ കക്ഷികൾ ആര് തനിക്കു നേരെ വന്നാലും നിന്ന് പോരാടാൻ തന്നെയാണ് തീരുമാനം. മുന്നിൽ നിന്ന് ചിലപ്പോൾ ഞാൻ കുത്തേറ്റ് വീണേക്കാം, എങ്കിലും പിന്നിൽ നിന്ന് കുത്തേക്കില്ല. കാരണം പേടിച്ചോടിയാൽ മാത്രമാണ് പിന്നിൽ നിന്ന് ആക്രമിക്കാൻ സാധിക്കുക. അതായത് ഒരു തരി പോലും ഈ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും സമുദായ നേതാക്കന്മാരോട്, അതും വർഗീയത പറയുന്ന സമുദായ നേതാക്കന്മാരോട് യാതൊരു വിധമായ കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് VD സതീശൻ ആണയിട്ട് പറയുന്നുണ്ട്. താൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ അത്ര കാര്യങ്ങൾ സുഖകരമായി സംഭവിക്കില്ല എന്നും സാധ്യമാകില്ല എന്നും വെള്ളാപ്പള്ളി നടേശന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് തന്റെ ആത്മമിത്രം പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കാൻ പെരുന്നയിലെത്തി NSS-ന്റെ ആരാധ്യരായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ അദ്ദേഹം കണ്ടത്. സുകുമാരൻ നായരെ കാണാൻ അവിടേക്ക് ഒരു ജനപ്രതിനിധി എത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം റിവേഴ്സ് ഇട്ട് പിന്നോട്ട് പോയെന്നും സെറ്റിൽമെന്റിന് വന്നതാണെന്നും പറഞ്ഞു പരത്തിയ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ഈ നാട്ടിലുണ്ട്. പക്ഷെ ആ നേതാവ് മണിക്കൂറുകൾക്കപ്പുറം വീണ്ടും അവിടേക്ക് എത്തി. അദ്ദേഹം NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ടു. അയാളുടെ പേര് കൊടിക്കുന്നിൽ സുരേഷ് എന്നായിരുന്നു. കാരണമുണ്ട്. കാരണം ചങ്ങനാശ്ശേരിയിലെ NSS-ന്റെ ആസ്ഥാന മന്ദിരം നിൽക്കുന്ന പെരുന്ന അടക്കമുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് പ്രതിദാനം ചെയ്യുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ്. അപ്പോൾ പെരുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ പ്രവർത്തിക്കുന്ന NSS-ന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് എനിക്ക് ഏതു നിമിഷവും കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല, ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോഴും മാധ്യമങ്ങൾക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ വായിൽ നിന്ന് വേണ്ടത് NSS-നെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും കുറ്റം പറയാനും അദ്ദേഹം തയ്യാറായില്ല. മാധ്യമങ്ങൾക്കെല്ലാം വല്ലാത്തൊരു വ്യഗ്രതയാണ് UDF-നെ, കോൺഗ്രസിനെ സമുദായ നേതാക്കന്മാരിൽ നിന്നും അകറ്റി നിർത്താൻ. എന്തിനാണത് എന്ന് മനസ്സിലാകുന്നില്ല. ബഹുമാനായ NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം വിളിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്കൊരു കോള് വരികയാണ്. വാസവനാണ് കേട്ടോ എന്ന് സുകുമാരൻ നായർ എടുത്തു പറയുന്നുണ്ട്. ആരാണ് വാസവൻ? കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണ് വാസവൻ. എന്തിനാണ് വാസവൻ ആ വാർത്താ സമ്മേളന സമയത്ത് സുകുമാരൻ നായരെ വിളിച്ചിട്ടുണ്ടാകുക? ആരാണ് പിന്നണിയിൽ ഇരുന്ന് തിരക്കഥ രചിക്കുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ സുകുമാരൻ നായർ കാര്യം എന്ത് പറഞ്ഞാലും അങ്ങനെ മറ്റാരുടെയും തിരക്കഥയിൽ വീണു പോകുന്ന ഒരാളൊന്നുമല്ല. സ്വന്തമായി നിലപാടൊക്കെയുണ്ട്. സമദൂരമാകട്ടെ, അതല്ലെങ്കിൽ ആരോടെങ്കിലും അടുപ്പമാകട്ടെ,
ചേർത്ത് പിടിക്കുമ്പോഴും കുറ്റം ചെയ്താൽ നീ ചെയ്തത് കുറ്റമാണെന്ന് പറയാനുള്ള ആർജവം ഇപ്പോഴും സുകുമാരൻ നായർക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. NSS ഒരിക്കലും UDF തള്ളിപ്പറയാനൊന്നും തയ്യാറാകില്ല. അല്ലെങ്കിൽ SNDP ജനറൽ സെക്രട്ടറിയെ പോലെ തുറന്നുവിടുന്ന ആക്ഷേപങ്ങളൊന്നും ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും സുകുമാരൻ നായർ പറയുമെന്ന് ഒരു നായർ സമുദായ അംഗങ്ങളും വിശ്വസിക്കുന്നുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയപ്പെടുന്ന NSSന്റെ സമുദായ അംഗങ്ങളുടെയും SNDPയുടെ സമുദായ അംഗങ്ങളുടെയും ഒക്കെ അട്ടിപ്പേറവകാശം ഈ പറയപ്പെടുന്ന ജനറൽ സെക്രട്ടറിമാർക്കൊന്നും അല്ലതാനും. അവർക്ക് ഉത്തമ രാഷ്ട്രീയ ബോധ്യമുണ്ട്. ആർക്ക് കുത്തണം, ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ കരുതലിന്, ഈ നാടിന്റെ ക്ഷേമത്തിന്, അഴിമതിരഹിത ഭരണത്തിന് ആര് വരണമെന്ന ഉത്തമ ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയപ്പെടുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS-ന് കാലങ്ങളായി ഇവിടെ മത്സരിച്ചിട്ടും ഒരിടത്തും വിജയിക്കാൻ സാധിക്കാത്തതും. സാമുദായിക സ്നേഹമൊക്കെ സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയാണ് കേരളത്തിലേത് എന്ന് ഇവർ ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ഇരട്ടത്താപ്പ് നയമാണ്. പകൽ വെളിച്ചത്തിൽ വന്നു നിന്ന് വർഗീയതയ്ക്കെതിരെയും ഈ ജാതി സംഘടനകളുടെ ഇടപെടലുകൾക്കെതിരെയും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുക, രാത്രിയിൽ അവരുടെ തിണ്ണനിരങ്ങി അവരുടെ അനുഗ്രഹത്തോടു കൂടി അധികാരത്തിലെത്തുക. ഇനി അധിക കാലമൊന്നും ഈ നമ്പരൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് ഏറെക്കുറെ മടുത്തിരിക്കുന്നു നിങ്ങളുടെ ഭരണം. അതിന്റെ തെളിവാണ് കഴിഞ്ഞുപോയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞുപോയ ഉപതിരഞ്ഞെടുപ്പുകളും എല്ലാം തന്നെ. ഒരു മാറ്റം അത് ഈ ജനത കൊതിക്കുന്നുണ്ട്. ആ മാറ്റത്തിനൊപ്പം നിൽക്കും ഈ ജനത എന്ന ഉത്തമ വിശ്വാസം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇവർക്കെതിരെയൊക്കെ ഉത്തമമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള കാരണം. ഞാൻ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെതിരല്ല, പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയ പരാമർശങ്ങൾക്ക് എതിരാണ് എന്ന് VD സതീശൻ വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ, നടത്തിയ അന്വേഷണങ്ങൾ ഒന്നും ജനങ്ങൾ മറന്നിട്ടൊന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ പറയപ്പെടുന്ന വിരട്ടലുകൾക്കും വിലപേശലുകൾക്കും ഒന്നും കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ഇടങ്ങളിൽ സ്ഥാനമില്ല എന്ന് ഇവരിടയ്ക്കെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. NSS-ന് ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന പുറത്തു പറഞ്ഞില്ലെങ്കിലും ഈ രണ്ടാം പിണറായി സർക്കാരിനോട് അല്പം മമതയും സ്നേഹവും കൂടുതലാണ്. കാരണം 9ഓളം നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് മന്ത്രിസഭയിൽ മന്ത്രിയായി ഇരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരുമുണ്ട്, നിങ്ങളോട് അടുപ്പമുള്ള പലരുമുണ്ട്. പക്ഷേ പോയ കാലങ്ങൾ ഒന്നുകൂടി ഓർക്കണം. താക്കോൽ സ്ഥാനത്തിന് വേണ്ടി വാശി പിടിച്ചപ്പോൾ ആ താക്കോൽ സ്ഥാനം അന്ന് നിങ്ങൾക്ക് നൽകിയതും UDF ആയിരുന്നു എന്നുള്ളത്. എന്തായാലും ഇതിലൊന്നും ഭയപ്പെടില്ല. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല UDF-ന് കോൺഗ്രസിന് ഈ നാട്ടിലുള്ളത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി വീണ്ടും UDF വരാൻ ആഗ്രഹിക്കുന്നു. ഈ പറയപ്പെടുന്ന ഇടതുപക്ഷമോ മാധ്യമങ്ങളോ ആഗ്രഹിച്ചതുപോലെ ഒരു തമ്മിൽ തല്ല് UDF-ൽ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതും ഇക്കാലത്ത് UDF-ലേക്കുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി സീറ്റിനു വേണ്ടി, നേതൃത്വത്തിനു വേണ്ടി, സീറ്റുകൾക്ക് വേണ്ടി ഗ്രൂപ്പ് പോരിൽ തല്ലിപ്പിരിയുമെന്ന് നിങ്ങൾ കരുതിയ ലക്ഷ്യ ക്യാമ്പിൽ ചിരിച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തുടങ്ങിയ നാറിയ കളികളാണിത്. ജാതി രാഷ്ട്രീയം. ഇത് തമിഴ്നാടല്ല, കേരളമാണ്. ഓർക്കുക നേതൃത്വമേ.